കഴിഞ്ഞുപോയ കാലങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോ ഹൃദയത്തിലോ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ എന്നൊരു പേരല്ലാതെ എവിടെയും എനിക്കൊരു സ്ഥാനം ലഭിച്ചിരുന്നില്ല. ശേഖരേട്ടൻ്റെ മനസ്സിലെന്നും ഭാര്യയുടെ സ്ഥാനത്ത് അത് ദുർഗയായിരുന്നു. ദുർഗ മാത്രം. അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിച്ച എനിക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ദുർഗയുടെ സ്ഥാനം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഈ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് ഇനി എനിക്കൊരു എഴുന്നേൽപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല. മരിക്കുന്നതിന് മുൻപ് ഞാൻ മോനോട് 2 കാര്യം അപേക്ഷിക്കുകയാണ്. ഞാൻ കൂടെ ഈ ലോകത്ത് നിന്ന് പോയ എൻ്റെ ചന്ദ്രവും ആവണിയും ആരുമില്ലാത്തവരായി പോകും. അവരെ തനിച്ചാക്കരുത്. പറയുന്നതിൻ്റെ കൂടെ അബിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവരുടെ കണ്ണുകളിലെ വേദന, സങ്കടം, പ്രതീക്ഷ എല്ലാം അവൻ കണ്ടു. അങ്ങേയറ്റം വേദനയും നിസ്സഹായതയും നിറച്ച തേങ്ങലോടെ വസുന്ധര പറഞ്ഞ വാക്കുകൾ അബിയുടെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞു. ഞാനുണ്ടാകും. പതിഞ്ഞതും ഗൗരവം നിറഞ്ഞതുമായ അവൻ്റെ വാക്കുകൾ വസുന്ധരയുടെ കർണപടത്തിലേക്ക് പതിച്ചതും അവർ കണ്ണുകൾ മുറുക്കെ അടച്ചു. അവൻ്റെ ആ ഒരു വാക്ക് മതിയായിരുന്നു അവർക്ക്. നിറഞ്ഞ കണ്ണുകളെ സ്വതന്ത്രമാക്കി അവർ അവനെ നോക്കി ഒരു കാര്യം കൂടെ പറഞ്ഞു. എനിക്ക് ശേഖരേട്ടൻ്റെ അടുത്ത് ഉറങ്ങിയാൽ മതി. എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് അടക്കണം. അവരെ നോക്കി ഗൗരവത്തിൽ അവൻ മൂളിയതും അവർ നന്ദിയോടെ അവനെ നോക്കി. ആ നിറഞ്ഞ കണ്ണുകൾ പെട്ടെന്ന് നിശ്ചലമായി. ബെഡിൽ കിടക്കുന്ന ആ ശരീരത്തിലേക്ക് പെട്ടെന്ന് തണുപ്പ് വ്യാപിച്ചു. തന്നെ നോക്കി നിശ്ചലമായി നിൽക്കുന്ന ആ കണ്ണുകളിലേക്കൊന്ന് നോക്കി അബി. പിന്നെ ആ തുറന്ന കണ്ണുകൾ അടച്ചു കൊടുത്തു. 2 കണ്ണുകളും അടച്ച് ശ്വാസമെടുക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി അവന്. ചെയറിൽ തളർന്നിരിക്കുവാണ് ചന്ദ്രു. അവൻ്റെ തോളിൽ തലചായ ചാവണിയുമുണ്ട്. 2 പേരുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വേദനയും ഒറ്റപ്പെടലും അബി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാത്രി ഏകദേശം 12 മണിക്കാണ് വസുന്ധര മരിക്കുന്നത്. ഹോസ്പിറ്റൽ ഫോർമാലിറ്റിയൊക്കെ കഴിഞ്ഞ് വെളുപ്പിന് അവർ ബോഡി വിട്ടു കൊടുത്തത്. അമ്മയുടെ മരണം ചന്ദ്രുവിനെയും ആവണിയെയും മാനസികമായി തളർത്തി കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാത്തിനും ഓടി നടന്നതും ഫോർമാലിറ്റി തീർത്തതും കിഷോറും അബിയുമാണ്. അന്ന് രാത്രി തന്നെ ഇന്ദ്രനെ വിളിച്ച് വസുന്ധര മരിച്ചതും ഇന്ന് രാത്രി താൻ അങ്ങോട്ട് വരില്ലെന്നും ചിത്രയ്ക്കൊപ്പം നിൽക്കണമെന്നും പറഞ്ഞു. അതിന് ഇന്ദ്രൻ സമ്മതിക്കുകയും ചെയ്തു. അന്നത്തെ രാത്രി ചിത്രയുടെ കൂടെ ഇന്ദ്രനും ശിവാനിയും അവിടെ നിന്നു. അടുത്ത ദിവസം ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് ഈശ്വരമഠത്തിൽ കൊണ്ടുവന്നിട്ടാണ് അബി ചിത്രയുടെ വിവരം പറയുന്നത് പോലും. ഉടനെ അവരുടെ മനസ്സിലേക്ക് വന്നത് ചന്ദ്രുവിൻ്റെയും ആവണിയുടെയും ചിത്രമാണ്. അബിക്ക് ആക്സിഡൻ്റ് ആയതിനു ശേഷം ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ അബിയുമായി കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് അവൻ അവരോടുള്ള മനോഭാവം എന്തായിരിക്കുമെന്നറിയാത്തത് കൊണ്ടും ചിത്രയ്ക്ക് അവരെ പിന്നീട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവരെക്കുറിച്ച് ഓർക്കെ ചിത്രയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഒന്ന് ചേർത്ത് പിടിക്കാനോ കൂടെ നിൽക്കാനോ ആരുമില്ലാത്ത അവസ്ഥ. ഓടിപ്പിടിച്ച് അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർക്ക് ചായാനിറങ്ങിയ തോളാകണമെന്നായിരുന്നു ആ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത്. ഇന്ദ്രൻ്റെ കാറിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴും ചിത്രയുടെ മനസ്സ് നിറയെ ചന്ദ്രവും ആവണിയുമായിരുന്നു. ഒന്ന് വേഗം അവരുടെ അടുക്കലെത്തിയാൽ മതിയെന്നായിരുന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഈശ്വരമംഗലത്ത് വന്ന് ആ കാറ് വന്ന് നിന്ന ഉടനെ വയറും താങ്ങിക്കൊണ്ട് ചിത്ര പുറത്തേക്കിറങ്ങി. അവരുടെ കാലുകൾ അകത്തേക്ക് കിടക്കുമ്പോൾ ആ കണ്ണുകൾ ആദ്യം ചെന്ന് നിന്നത് ഉമ്മറത്ത് വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന സുഭദ്രയുടെ ശരീരത്തിന് മുൻപിലേക്കായിരുന്നു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ആ ശരീരത്തിൽ തങ്ങി നിന്നു. പലപ്പോഴും അബിയെ വാത്സല്യത്തോട് നോക്കുന്ന അമ്മയുടെ കണ്ണുകൾ ചിത്ര ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെയ്ത തെറ്റ് പശ്ചാത്തപിച്ച് സ്വയം ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന അവരോട് ചിത്രയ്ക്ക് സഹതാപം തോന്നിയിരുന്നു. പക്ഷേ ദുർഗയിൽ നിന്ന് ശേഖരനെ അടത്തി മാറ്റിയ, ദുർഗയെ തനിച്ചാക്കിയ തൻ്റെ മനുവേട്ടനൊരച്ഛനിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും സ്നേഹവും വാത്സല്യവും കരുതലും നിഷേധിച്ച ആ സ്ത്രീയോട് പൊറുക്കാൻ അവൾക്കും കഴിയുമായിരുന്നില്ല. പക്ഷേ വസുന്ധര മരിക്കണമെന്നോ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണമെന്നോ ചിത്ര ആഗ്രഹിച്ചിരുന്നില്ല. അതിന് കാരണം അവരുടെ പശ്ചാത്താപവും ജീവിതവും മാത്രമാണ്. ചെയ്ത തെറ്റിനൊരു ജീവിതം കൊണ്ട് തന്നെ അവർ ശിക്ഷ അനുഭവിച്ചു. അത്രയേറെ സ്വാർത്ഥയായി അവർ പെരുമാറിയത് ശേഖരനെ വിവാഹം കഴിക്കാനും അയാളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനും വേണ്ടിയായിരുന്നു. പക്ഷേ ശേഖരനെ വിവാഹം കഴിക്കാനും അയാളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാനും അവർക്ക് കഴിഞ്ഞെങ്കിലും ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹമോ പരിഗണനയോ അവർക്ക് കിട്ടിയില്ല. ജീവിതകാലം മുഴുവൻ ശേഖരൻ്റെ ഭാര്യ എന്ന പേരിൽ അറിയപ്പെടുമ്പോഴും ആ മനസ്സിലെവിടെയും അവർക്ക് സ്ഥാനം ലഭിച്ചിരുന്നില്ല. അതുതന്നെയായിരുന്നു കാലം അവർക്ക് കരുതി വെച്ച ഏറ്റവും വലിയ ശിക്ഷ. ഏതൊരു പ്രണയിനിക്കും ഭാര്യയ്ക്കും സ്ത്രീക്കും സഹിക്കാൻ കഴിയാത്ത ശിക്ഷ. താൻ പ്രണയിച്ചവൻ്റെ അവഗണന, പുച്ഛം, വെറുപ്പ്, പക, വൈരാഗ്യം അതേതൊരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല.
ചിത്രയ്ക്ക് അവരോട് സഹതാപം തോന്നി. ഒപ്പം അവരുടെ ഈ അവസ്ഥ ഓർത്ത് വേദനയും. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് തല ഉയർത്തി നോക്കിയ ചിത്ര കാണുന്നത് കരഞ്ഞു തളർന്നിരിക്കുന്നവരെയാണ്. തൊട്ടടുത്ത നിമിഷം വേദനയോടെ അവർക്കടുത്തേക്ക് പോയി അവരെ ചേർത്ത് പിടിക്കുമ്പോൾ മാറാനൊരു തോൾ ലഭിച്ചതുപോലെ അവരിലേക്ക് ചാഞ്ഞിരുന്നു. അവരെ തന്നോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ അവളുടെ മനസ്സിലും ഇറങ്ങിയ വേദന ഉണ്ടായിരുന്നു. അവസാനം തെക്കേ തൊടിയിൽ ശേഖരൻ്റെ ചിതയ്ക്കടുത്തായി വസുന്ധരയുടെ ചിത കത്തിയാമരുമ്പോൾ ഒരു വേദനയോടെ എല്ലാവരും അത് നോക്കി നിന്നു. കരഞ്ഞു തളർന്ന ആവണിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിത്രയെ അഭിയെ ഒന്ന് നോക്കി. ഒപ്പം നനഞ്ഞേറനായി നിൽക്കുന്ന ചന്ദ്രുവിലേക്കും അവൻ്റെ ശ്രദ്ധ പോയി. അന്നത്തെ ദിവസം ചന്ദ്രുവിനെയും ആവണിയെയും തനിച്ചു നിർത്താൻ അഭിക്ക് തോന്നിയില്ല. ചന്ദ്രുവിനൊരു സപ്പോർട്ട് എന്ന പോലെ കിഷോറും അവരുടെ കൂടെ തന്നെ നിന്നു. പക്ഷേ സഹദേവനോ അയാളുടെ കുടുംബമോ അന്നത്തെ ദിവസം എത്തിയിരുന്നില്ല. സഞ്ജുവിന് ഈ അവസ്ഥ വന്നതിന് കാരണം അവരൊക്കെയാണെന്ന് അയാൾ എപ്പോഴും വിശ്വസിക്കുന്നു. പോരാത്തതിനൊരവസരത്തിനായി അയാൾ കാത്തിരിക്കുകയാണ്. പിന്നെ മഹേശ്വരി അവർക്ക് വസുന്ധരയെ കാണണ്ട എന്ന് പറഞ്ഞു. വസുന്ധരയും ചന്ദ്രുവുമാണ് അഭിയോട് താനാണ് ആക്സിഡന്റ് കാരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് തനിക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വസുന്ധരയോടും ചന്ദ്രുവിനോടും ആവണിയോടും അവർക്ക് വെറുപ്പാണ്. ആവണിയെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് ചിത്ര കിടക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ ഉറക്കമില്ലാതെ അഭിയും ഉണ്ടായിരുന്നു. ഇന്ന് നടന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അവൻ്റെ മനസ്സിൽ. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കൂടെ അഭിയും ചിത്രയും കിഷോറും അവിടെ തന്നെ നിന്നു. പിന്നെ ചടങ്ങുകൾ മുഴുവൻ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അവർ പോകാൻ തയ്യാറായത് പോലും. അഭിയും ചിത്രയും പോകുന്ന ദിവസം തന്നെ ചന്ദ്രവും അവരോടൊപ്പം പോകാൻ റെഡിയായി നിന്നിരുന്നു. എല്ലാവരും ഇറങ്ങി. ഈശ്വരമുളം പൂട്ടി കിഷോർ പുറത്തേക്ക് വരുന്ന നേരം കൊണ്ട് ആവണിയും ചന്ദ്രവും അമ്മടക്കിയെടുത്ത് പോയി കുറച്ചു നേരം നിന്നു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് രണ്ടുപേരും കാറിനടുത്തേക്ക് പോകുമ്പോൾ അവരെ കാത്ത് അവിടെ അഭിയും ചിത്രയും കിഷോറും നിൽക്കുന്നുണ്ടായിരുന്നു. ചുവന്ന് കലങ്ങിയ കണ്ണുകളോട് ആവണിയെ ചേർത്ത് പിടിച്ചു വരുന്ന ചന്ദ്രുവിലായിരുന്നു അഭിയുടെ ശ്രദ്ധ മുഴുവൻ. അവർ തനിക്കടുത്തേക്ക് എത്തിയെന്ന് കണ്ടതും അഭി വേഗം കാറിലേക്ക് കയറി. അല്പം അടിച്ചാണെങ്കിലും അവരും കാറിലേക്ക് കയറിയിരുന്നു. കാറ് മുന്നോട്ട് പോകവേ എത്രയും പെട്ടെന്ന് ഫ്ലാറ്റിലേക്ക് പോയി തൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ആവണിയെ കൂട്ടി ബാംഗ്ലൂർ പോകാനായിരുന്നു ചന്ദ്രുവിൻ്റെ തീരുമാനം. എന്നാൽ അവർ സഞ്ചരിക്കുന്ന കാർ ഫ്ലാറ്റും കടന്ന് മുൻപോട്ട് നീങ്ങുന്നത് കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് സംശയമായിരുന്നു. ഞങ്ങളെ ഫ്ലാറ്റിലാക്കിയാൽ മതി, അല്പം പതിഞ്ഞ ശബ്ദത്തിൽ പറയുമ്പോൾ തറപ്പിച്ചൊരു നോട്ടമായിരുന്നു അഭിയുടെ മറുപടി. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ അവൻ തുനിഞ്ഞതുമില്ല. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം കിഷോറിൻ്റെ ഫ്ലാറ്റിന് മുമ്പിൽ അഭി കാറ് നിർത്തിയതും അവരെ നോക്കി യാത്ര പറഞ്ഞവൻ ഇറങ്ങിപ്പോയി. അതുകൂടിയായപ്പോൾ ചന്ദ്രുവിൻ്റെ കയ്യിൽ ആവണിയുടെ പിടിമുറുകി. കുറച്ചു നേരത്തിനു ശേഷം അഭിയുടെ വീടിന് മുൻപിൽ കാറ് നിർത്തിയതും ചിത്രയും അഭിയും പുറത്തേക്കിറങ്ങി. ഒപ്പം ചന്ദ്രുവും ആവണിയും. നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്. ജീവിതകാലം മുഴുവൻ നിങ്ങളെ തനിച്ചാക്കില്ല. കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ താമസിക്കാൻ പോകുന്നത് ഇവിടെയാണ്. അത് വരുന്നതിന് കൂടെ അകത്തേക്ക് കയറി പോകുന്നവനെ അവർ അന്തിച്ചു നോക്കി നിന്നു. കേട്ടതിപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ. രണ്ടുപേരും അകത്തേക്ക് വാ, ബാഗ് ആനന്ദ് എടുത്തോളും പറയുന്നതിൻ്റെ കൂടെ ആവണിയുടെയും ചന്ദ്രുവിൻ്റെയും കൈ പിടിച്ചിരുന്നു ചിത്ര. എന്നാൽ അപ്പോഴും നിൽക്കുന്നിടത്തുനിന്ന് രണ്ടുപേരും അനങ്ങിയില്ല. താൻ കൈപിടിച്ച് മുൻപോട്ട് നടത്തിയിട്ടും അനങ്ങാതെ നിൽക്കുന്ന രണ്ടുപേരെയും ചിത്ര സംശയത്തോടെയാണ് നോക്കി നിന്നത്. എന്നാൽ അവളെ ഒന്ന് നോക്കി ചന്ദ്രു ആ കൈ അടർത്തി മാറ്റിയിരുന്നു. ഏട്ടത്തി ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് അർഹതയില്ലാതിരുന്നത് കൂടി ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ കാണിച്ച ഏട്ടത്തിയുടെയും ഏട്ടൻ്റെയും മനസ്സിനെ നോവിക്കുകയാണെന്നറിയാം. പക്ഷേ ഇനിയും ഒന്നിൻ്റെ പേരിലും നിങ്ങളെ രണ്ടുപേരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഞങ്ങൾ നാളെ കാലത്ത് ബാംഗ്ലൂർ തിരിച്ചു പോകുവാണ്. ഇതിനെത്രയും മുൻപേ പോകേണ്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് മുടങ്ങിപ്പോയി. ഇനി ഞങ്ങൾക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ബാംഗ്ലൂർ തിരിച്ചു പോകുവാണ്. ഇനി ഞങ്ങൾ അവിടെ ആയിരിക്കും. ഞങ്ങൾ എവിടേക്ക് പോയാലും ഏട്ടനും ഏട്ടത്തിക്കും ഒരാവശ്യം വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയിരിക്കും. ചിത്രയുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ ചന്ദ്രു പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ അത്രത്തോളം ഉറച്ചതായിരുന്നു. എന്നാൽ അവനെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു ചിത്ര. വസുന്ധരാമ മരിക്കുന്നതിന് മുൻപ് അഭിയേട്ടനോട് പറഞ്ഞേൽപ്പിച്ചത് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒന്നിച്ചുണ്ടാവണമെന്നാണ്. അത് നിങ്ങൾക്ക് മനുവേട്ടനൊരു താങ്ങാവാൻ മാത്രമല്ല, അദ്ദേഹത്തിന് നിങ്ങളെ ആവശ്യമായതുകൊണ്ട് കൂടെയാണ്. നാളെ നിങ്ങൾ ബാംഗ്ലൂർ തിരിച്ചു പോയാൽ നീയും ആവണിയും ഒന്നിച്ച് താമസിക്കും. പക്ഷേ നിങ്ങളുടെ ദിവസത്തിലെ ഓരോ മിനിറ്റിലും നിങ്ങൾ മനുവേട്ടനെ ആയിരിക്കും ഓർക്കുന്നത്. അതുപോലെ മനുവേട്ടൻ്റെ കാര്യമോ?
കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ അമ്മയോ അച്ഛനോ കൂടപ്പിറപ്പോ ഇല്ലാതെയാണ് അദ്ദേഹം ജീവിച്ചത്. ഒറ്റയ്ക്ക് തനിച്ച്, ആരും തുണയില്ലാതെ. ചെറുപ്രായത്തിൽ അനാഥയായ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്. കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ ഒരു ചേട്ടൻ്റെ കരുതലോടെ, സ്നേഹത്തോടെ അദ്ദേഹം നിങ്ങളോടൊപ്പം ചിലവഴിച്ചു. ഇപ്പം ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളെ തനിച്ചാക്കി നിങ്ങൾ പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അവരെ നോക്കി ചിത്ര ചോദിച്ചപ്പോൾ അവളുടെ വാക്കുകൾക്ക് മറുപടിയില്ലാതെ നിന്നുപോയി അവർ. ഇല്ല ഏട്ടത്തി, ഞങ്ങൾ പോകുന്നില്ല. പക്ഷേ ഏട്ടത്തിയുടെ ഡെലിവറി കഴിഞ്ഞ് ഞങ്ങൾ പോകും. അപ്പം തടയരുത്. കുറച്ചു നേരം ചിന്തിച്ചു നിന്നതിന് ശേഷം ചന്ദ്രു പറഞ്ഞപ്പോൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു ചിത്ര. അന്നു മുതൽ അവരും ആ വീട്ടിലെ താമസക്കാരായി, അല്ല വീട്ടുകാരായി. സുമതി അമ്മയ്ക്കും അവരെ കണ്ടപ്പോൾ സന്തോഷമായി. ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നു. അബിയുടെയും കിഷോറിൻ്റെയും കൂടെ ചന്ദ്രുവും അവരുടെ ഓഫീസിലേക്ക് പോയി തുടങ്ങി. ഇപ്പം ഈശ്വരമംഗലം കമ്പനിയുടെ മുഴുവൻ ഉത്തരവാദിത്തവും ചന്ദ്രുവിനാണ്. ആദ്യം അവൻ അതിനെതിരെ പറഞ്ഞു എങ്കിലും അബിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. ആവണി ഇപ്പം ചിത്രയുടെ കൂടെ തന്നെയാണ്. അവളോട് സംസാരിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും അവർ സമയം ചിലവഴിച്ചു. ഇടയ്ക്ക് ഇന്ദ്രനും ശിവാനിയും വരും. പിന്നെ സനയും പകലുണ്ടാകും. 5 മണിക്ക് അബി ഓഫീസിൽ നിന്ന് വന്നാൽ പിന്നെ ചിത്രയെ ആർക്കും കിട്ടില്ല. അബി അവളോടൊപ്പം ഉണ്ടാകും. സംസാരിച്ച് ഭക്ഷണം കഴിച്ച് ബുക്സ് വായിക്കും. അവർ സമയം ചിലവഴിക്കും. ചിത്രയുടെ വീർത്ത വയറിൽ കൈവച്ച് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് കിടക്കുവാണ് അബി. അവളും അവനോട് ചേർന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് എന്ത് കുഞ്ഞായിരിക്കും ജനിക്കാൻ പോകുന്നത്? ചിത്ര അവനെ നോക്കി ആകാംക്ഷയോടെ ചോദിച്ചു. എന്നാൽ അബി അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. നമുക്ക് പെൺകുഞ്ഞു മതി. അവൾക്ക് ഞാൻ ദുർഗാദേവി എന്ന് പേരിടും. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിരുന്നു. എന്നാൽ അത് കേൾക്കെ ചിത്രയുടെ കണ്ണും നിറഞ്ഞു വന്നു. അവൻ ആഗ്രഹിക്കുന്നത് തൻ്റെ അമ്മ തന്നെ തനിക്ക് മകളായി ജനിക്കണമെന്നാണ്. അത് അവൾക്കറിയാം. അല്ലെങ്കിലും അവളോളം അവനെ മനസ്സിലാക്കിയ മറ്റാരുണ്ട്? ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് തുടക്കത്തിന് ചന്ദ്രുവിന് ആ വീടുമായി ഉണ്ടായിരുന്ന അപരിചിതത്വമൊക്കെ മാറി. ആവണിക്ക് വേണ്ടി അബി ടൗണിൽ ഒരു ചെറിയ ബൊട്ടീക്ക് തുടങ്ങി. അതിൻ്റെ നടത്തിപ്പ് അവളെ തന്നെ ഏൽപ്പിച്ചു. പക്ഷേ ഒന്നും വെറുതെയല്ല. ബിൽഡിങ്ങിൻ്റെ വാടക അവൾ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കണം. പിന്നെ ആദ്യത്തെ തവണത്തേക്ക് സ്റ്റോക്ക് മാത്രമേ അവൻ കൊടുക്കൂ. പിന്നെ വർക്കേഴ്സിൻ്റെ ആദ്യത്തെ മാസത്തെ സാലറിയും മുൻപോട്ടുള്ളതും അവൾ തന്നെ നോക്കി നടത്തണം. ആദ്യം അബിയുടെ ഈ തീരുമാനത്തിൽ വിയോജിപ്പ് തോന്നിയ ചന്ദ്രു അവൻ്റെ നിബന്ധനകൾ കേട്ടപ്പോൾ സമ്മതം മൂളി. ആവണി ഇനി മുൻപോട്ട് ഒറ്റയ്ക്കായാലും ആരുടെയും ആശ്രയമില്ലാതെ അവൾ ജീവിക്കണം. അതിനിത് തന്നെയാണ് നല്ല മാർഗം. ചന്ദ്രുവിനും അബി സാലറി കൊടുക്കുന്നുണ്ട്. 2 പേർക്കും അവർക്ക് വേണ്ട ഓരോന്നും അബി ചെയ്തു കൊടുക്കുന്നുണ്ട്. എങ്കിലും അവരോടുള്ള പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അതിൽ 2 പേർക്കും പരിഭവമൊന്നുമില്ല. അവൻ അവർക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നത് തന്നെ അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ ചിത്രയുമായുള്ള അവരുടെ അടുപ്പം ഒന്നുകൂടെ കൂടി. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി. ചിത്രയ്ക്കിത് 9ാം മാസമാണ്. പക്ഷേ ടെൻഷൻ അബിക്കാണ്. ഇപ്പോൾ ഓഫീസിൽ പോകാതെ ചിത്രയുടെ കൂടെ ഇരിക്കുവാണ്. എല്ലാം നോർമലാണെങ്കിലും അവന് ടെൻഷൻ കൂടുതലാണ്. ചന്ദ്രു രാവിലെ ഓഫീസിലേക്ക് പോയി. ആവണി ബൊട്ടീക്കിലേക്കും. ചിത്രയ്ക്ക് ഡേറ്റ് ആവാൻ ഇനിയും 3 ദിവസം കൂടെയുണ്ട്. രാവിലെ മുതലേ ചിത്രയ്ക്ക് വല്ലാത്ത ക്ഷീണമാണ്. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് ഹോസ്പിറ്റൽ പോയതാണ് അബി. ഡോക്ടർ ചിത്രയെ പരിശോധിച്ചതിന് ശേഷം അഡ്മിറ്റ് ചെയ്തു. ഇന്നോ നാളെയോ ഡെലിവറി ഉണ്ടാകും. കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് പെയിൻ വന്നില്ലെങ്കിൽ ടാബ്ലറ്റ് കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ചിത്രയുടെ കൈ പിടിച്ച് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടക്കുവാണ് അബി. അവൻ്റെ കൂടെ ഒരു കൈ കൊണ്ട് വയറിൽ താങ്ങി ചിത്രയും പതിയെ നടക്കുന്നുണ്ട്. അടിക്കടി ചെറിയ വേദന വരുന്നുണ്ട്. എങ്കിലും വലിയ പെയിൻ ആയിട്ടില്ല. അബിയുടെ കൈ ചിത്രയുടെ കയ്യിൽ മുറുക്കി കൊണ്ടിരുന്നു. അവളുടെ നീരുവെച്ച് വീർത്ത കാലും ക്ഷീണിച്ച മുഖവും അവളിൽ നിന്നുള്ള ചെറിയ കിതപ്പും കാണേ അവൻ്റെ ഉള്ളിലും വേദന തോന്നി. അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചു. അവളുടെ ശരീരം വിയർക്കാൻ തുടങ്ങി. അടിവയറ്റിൽ വല്ലാത്തൊരു വേദന. ചിത്ര വയറിൽ കൈവച്ച് പോയി. അപ്പോഴേക്കും ഭയത്തിൽ അവളെ തന്നോട് ചേർത്ത് നിർത്തിയിരുന്നു അബി. ചിത്ര വേവലാതിയോടെ അവളെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി അവൾ. എനിക്ക് വയ്യ മനുവേട്ട, വേദനിക്കുന്നു പറയുന്നതിൻ്റെ കൂടെ അടിവയറിൽ കൈവച്ച് അവൾ അവൻ്റെ മേലേക്ക് ചാഞ്ഞു. ഇനിയൊരു നിമിഷം പാഴാക്കാനില്ലാതെ ചിത്രയെ വാരിയെടുത്തിരുന്നു അവൻ. ലേബർ റൂമിൽ ചിത്ര വേദന കൊണ്ട് പുളയുമ്പോഴാണ് മുറിക്ക് പുറത്ത് ടെൻഷനോടെ ഇരിക്കുവാണ് കിഷോറും സനയും ആവണിയും ചന്ദ്രുവും. അതേസമയം ലേബർ റൂമിൽ പെയിൻ വന്ന് നിലവിളിക്കുന്ന ചിത്രയ്ക്കടുത്ത് നിൽക്കുവാണ് അബി.